നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. അവിടെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. യജ്ഞശാലയിൽ സ്ഥാപിക്കാനുള്ള ജ്യോതിപ്രയാണം കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും ആരംഭിച്ചതാണ്. നിലവിൽ പുഷ്പവിഹാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ്. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദഗോപൻ, ഈ ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നും ഇന്നലെ ആരംഭിച്ച ഈ ഘോഷയാത്ര ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ രാവിലെ ബാലാജി ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വീകരണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഇനിയും സ്വീകരണം നൽകാൻ ഉള്ളത്? ഗൗതം, ഇപ്പോൾ നിലവിൽ പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സ്വീകരണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സ്വീകരണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മയൂർവിഹാർ, ഉത്തര ഗുരുവായൂർ മയൂർവിഹാർ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന 6-ാം തീയതി ആരംഭിച്ച് നവംബർ 2-ന് സമാപിക്കുകയാണ്. ആ യജ്ഞശാലയിലേക്ക് സ്ഥാപിക്കുവാനുള്ള ജ്യോതി അത് കുരുക്ഷേത്രയിൽ നിന്നാണ് എത്തിച്ചത്. കുരുക്ഷേത്രയിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രഭവ കേന്ദ്രം കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നുമാണ് ഈ ദിവ്യ ജ്യോതി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദ്യം ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു ഈ ദിവ്യ ജ്യോതിസിന് സ്വീകരണം നൽകിയത്. പിന്നീട് മലൈ മന്ദിറിൽ സ്വീകരണമുണ്ടായിരുന്നു. അതിനുശേഷം ബാലാജി മന്ദിറിൽ സ്വീകരണം കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുഷ്പവിഹാർ ശ്രീധർമ്മ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ സ്വീകരണ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് ഈ ദിവ്യ ജ്യോതി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. ഇനി വൈകുന്നേരം ഈ പുഷ്പവിഹാർ ക്ഷേത്രത്തിൽ നിന്നും അതിഗംഭീരമായ ഘോഷയാത്രയാണ് ആരംഭിക്കുക. വൈകുന്നേരം 5 മണിയോടുകൂടി മയൂർവിഹാർ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഈ ഘോഷയാത്ര എത്തും. അവിടെ വലിയ രീതിയിലുള്ള ഈ ആഘോഷ പരിപാടികളാണ് ഈ ദിവ്യ ജ്യോതിസിന്റെ വരവിനായി ഒരുക്കിയിട്ടുള്ളത്. വലിയ ഘോഷയാത്രയിൽ അവിടെ വാദ്യമേളകൾ, പുത്തുക്കുടകൾ, അതേപോലെ തന്നെ പഞ്ചവാദ്യം അടക്കമുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. 100 അമ്മമാർ താലപ്പൊലി ഏന്തി ഈ ദിവ്യ ജ്യോതിയെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നിപ്പോൾ ഒരു വലിയ ഉത്സര അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ഈ ദിവ്യ ജ്യോതി 5 മണിയോടുകൂടി മയൂർവിഹാറിലെത്തിയാൽ മയൂർവിഹാർ നഗരത്തിൽ ചെറിയ പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം 7 മണിയോടുകൂടി ഈ ദിവ്യ ജ്യോതിസ് ഈ ക്ഷേത്രത്തിൽ മയൂർവിഹാർ ക്ഷേത്രത്തിൽ ഈ കോടിയർച്ചന നടക്കുന്ന മണ്ഡപത്തിൽ സ്ഥാപിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കും. 6-ാം തീയതിയാണ് ക്ഷേത്രത്തിൽ ആ കോടിയർച്ചന ആരംഭിക്കുക. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കോടിയർച്ചനയിൽ ഏതാണ്ട് 1000-കണക്കിന് ഭക്തർ ഭാഗമാകും. രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കോടിയർച്ചനയ്ക്കായി ഇവിടെ ക്ഷേത്രത്തിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു കോടിയർച്ചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സവിശേഷത കൂടി കണക്കിലെടുത്തുകൊണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഈ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ഈ മേഖലയിലാകെ പര്യടനം നടത്തുവാൻ വേണ്ടി തിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര, ദിവ്യജ്യോതി ഘോഷയാത്ര മയൂർവിഹാറിലെത്തുക. ഗൗതം. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. യജ്ഞശാലയിൽ സ്ഥാപിക്കാനുള്ള ജ്യോതിപ്രയാണം കഴിഞ്ഞ ദിവസം കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും ആരംഭിച്ചു. ഇപ്പോൾ രാജ്യതലസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ ജ്യോതിപ്രയാണ യാത്രയ്ക്ക് സ്വീകരണങ്ങൾ നൽകുകയാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് ഈ ജ്യോതിപ്രയാണ യാത്രയെത്തും. അവിടെ ഉജ്ജ്വലമായ സ്വീകരണം അമ്മമാരുൾപ്പെടെ നൽകും എന്നാണ് എസ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നത്.